എല്ലാവർക്കും നമസ്കാരം. ആദ്യം നവി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ദുബായിയുടെ ഏറ്റവും ഒരു ലക്ഷറി പാർട്ടായ ദുബായ് മറീനയിലാണ്. ഇന്ന് ഈവനിങ് ഞങ്ങൾ ഇവിടെ ഒരു ദുബായ് ബോട്ടിങ്ങിനും ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് മറീനയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ദുബായ് മറീന ദുബായിയുടെ ഏറ്റവും അട്രാക്റ്റീവും മനോഹരവുമായിട്ടുള്ള പാർട്ടിൽ ഒന്നാണ് ദുബായ് മറീന. ഇത് ചെയ്തിരിക്കുന്നത് കടൽ അല്ലെങ്കിൽ നമ്മുടെ സീ അകത്തോട്ട് കുറച്ച് കയറ്റിയെടുത്ത് ഒരു മനുഷ്യനിർമ്മിതമായ മാൻമെയ്ഡ് കനാൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന് ചുറ്റുമായിട്ട് അതിമനോഹരങ്ങളായിട്ടുള്ള ബിൽഡിങ്സും വാക്ക് വേയും കൊടുത്ത് കൊമേഴ്ഷ്യൽ അപ്പാർട്ട്മെന്റ്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന പോലെ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ ബിൽഡിങ്സും മറ്റ് എല്ലാ ലക്ഷറി ഫെസിലിറ്റീസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇങ്ങോട്ട് ആക്സസിനായിട്ട് ട്രാമൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ പാർക്കിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സ്റ്റെപ്പാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന എല്ലാം ടൂറിസ്റ്റുകളെയും അതുപോലെ ഇവിടുത്തെ താമസിക്കുന്ന റെസിഡൻസിനൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. നമുക്ക് ബോട്ട് സർവീസിങ്ങിന് ബുക്ക് ചെയ്യാനായിട്ടുള്ള കൗണ്ടേഴ്സ് ആണ് അവിടെ കണ്ടത്. അപ്പോൾ റെസിഡൻസ് ആൻഡ് കൊമേഴ്ഷ്യൽ അപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലൂടെ നമുക്ക് ഇതുപോലെ വാക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല ഇന്റർലോക്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി നല്ല സൂപ്പർ ഫെൻസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് കൊമേഴ്ഷ്യൽ റെസ്റ്റോറൻറ്റ്സും കഫേസും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സീറ്റിംഗ് ഏരിയാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വുഡൻ സീറ്റിംഗ്സും ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് കൾച്ചേഴ്സ് നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ പറ്റും. റെസ്റ്റോറൻറ്റ്സും കഫേസ് ഒക്കെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കഫേസ്. നിരവധി യാച്ച് ആൻഡ് ബോട്ട്സ് നമുക്ക് ഈ ഒരു കനാലിൽ കാണാം. എല്ലാ സർവീസസിനായി റെഡിയായി കിടക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ലൊക്കേഷനിൽ നിന്ന് JBR ജുമേറ ബീച്ച് റിസോർട്ട് അതുപോലെ ബ്ലൂ വാട്ടർ ഐലൻഡ് ഡെയിൻ ദുബായിലേക്കും അവിടുന്ന് തിരിച്ചും വരാവുന്നതാണ്. ടൂറിസ്റ്റുകളെ അതുപോലെ കാഴ്ചക്കാരെ സംബന്ധിച്ച് വളരെ വളരെ നല്ലൊരു കാര്യമാണ് അത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസസ് ഉണ്ട്. ലക്ഷറി പാർട്ട് ഓഫ് ദുബായ്, നമ്മുടെ ദുബായിയുടെ ഒരു ലക്ഷറി പാർട്ടാണ് ദുബായ് മറീന. ഇവിടെ നമുക്ക് ഏറ്റവും ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ഹൈറൈസ് ബിൽഡിങ്സും വരുന്ന ഒരു ഏരിയ ആണ്. നമുക്കിവിടെ ബോട്ട് സർവീസസ് ഉണ്ട്, യാച്ചസ് ഉണ്ട്, പ്രീ ബുക്കിങ്ങും. അതുപോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവീസിങ്ങിന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ പാകത്തിനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. നമുക്ക് ഓരോ ടൈം ഇന്റർവെൽ ഉണ്ട് ഇവിടുന്ന് ബോട്ടിങ്ങിന്. അപ്പോ നമുക്ക് ഇവിടെ നിന്ന് ബോട്ടിൽ കയറി മറീനയിൽ നിന്ന് പിന്നെ അതുപോലെ എയിം ദുബായ് അങ്ങനെയുള്ള സർവീസസ് ഉണ്ട്. തിരിച്ച് അവിടെ നിന്നും അതുപോലെ തന്നെ ഉണ്ട്. പല റേറ്റിനുള്ള ടിക്കറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ യാച്ച്, ഷിപ്സ്, ക്രൂയിസ് ഷിപ്സ് പലതും അവൈലബിൾ ആണ്. അതുപോലെ ഓരോ ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് റെസിപ്പീസും. ഈ കാണുന്നതൊക്കെ വിവിധ യാച്ച്, ബോട്ട് ആൻഡ് ഷിപ്സിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ് വർക്ക് ചെയ്യുന്നതാണ്. ഓരോരോ ഇൻഡിവിജ്വൽ ബൂത്ത്സ് ആയിട്ട് സൈനേജ് ബോർഡൊക്കെ വെച്ചിട്ട് ആ ഒരു ലൈനിൽ തന്നെ നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് ടിക്കറ്റ് സൗകര്യങ്ങളുണ്ട്. ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ, നമ്പർ ഓഫ് ബോട്ട്സ് ആൻഡ് അതുപോലെ തന്നെ ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഇത് ദുബായ് RTA സർവീസ് ആണ്. ഇത് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് ആസ് എ ടൂറിസ്റ്റ് എന്ന നിലയിലും അല്ലാതെ തന്നെ നമുക്കൊരു യാത്രക്കാരൻ എന്ന നിലയിൽ ഈ സ്ഥലത്ത് നിന്ന് അവിടേക്ക് പോകേണ്ട യാത്രക്കാരൻ എന്ന നിലയിൽ നമുക്ക് പോവാം. ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബൂത്തുകളാണ്. തൽക്കാലം നമ്മൾ ദുബായിയുടെ ഭാഗത്ത് റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്തവണ അവിടേക്ക് പോയില്ല. മറ്റൊരു വീഡിയോയിൽ ഞാൻ ആ ഒരു ലൊക്കേഷൻ കാണിക്കാം. ഞങ്ങൾ ഓൾറെഡി അവിടെ ഒരിക്കൽ പോയതാണ്. അതാണ് ഗേറ്റ് ഒക്കെ കണ്ടത്. ഇത് യാച്ചിൽ യാത്ര കഴിഞ്ഞ ആളുകൾ വന്ന് ഇറങ്ങുന്നതാണ്. ഭയങ്കര മനോഹരമായ ഒരു യാത്രയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നടന്ന് നമുക്കിതാ ഇതുപോലെ വാക്ക് വേയിലൂടെ അതുപോലെ ബഹുനില കെട്ടിടങ്ങളിൽ നിന്ന് വരുന്ന വിവിധ നിറത്തിലും വിവിധ ലെവലിലും വിവിധ ഡിസൈനിലുമുള്ള ലൈറ്റുകൾ ആ കനാലിലെ വെള്ളത്തിൽ ആ വാട്ടറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി അത് അത്രയും മനോഹരമായിരുന്നു. ആ വാക്ക് വേയിലൂടെ നമുക്ക് നടക്കുമ്പോൾ അതും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ മറീന കനാലിന്റെ ക്രോസ് ഓവറിൽ പോകുന്ന ബ്രിഡ്ജിന്റെ അണ്ടർഗ്രൗണ്ട്, അതായത് ബ്രിഡ്ജിന്റെ താഴെ വശം ബ്രിഡ്ജിന്റെ സോഫിറ്റ് റൂഫ് ആക്കിക്കൊണ്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ
ഭയങ്കര രസകരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫെൻസ് ഒക്കെ കൊടുത്തിട്ട് റബ്ബർ ഫ്ലോറിങ്ങും അതുപോലെ അത്യാവശ്യം എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു പാർക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മോള് അവിടെ നിന്ന് വരണുണ്ടായിരുന്നില്ല, മോള് ഭയങ്കര കളിയായിരുന്നു അവിടെ. സീസോയിൽ പോയിരുന്ന മോള് ഒറ്റയ്ക്ക് ആടുന്നത് കണ്ടപ്പോൾ അമ്മ എന്നോടും കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാനും കൂടെ ജോയിൻ ചെയ്ത് ഞാനും മോളും കൂടെ സീസോയിൽ ഇരുന്ന് കുറച്ചു നേരം കളിച്ചു. ഈ ഉയർന്നു കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം തന്നെ റെസിഡൻഷ്യൽ റൂംസും കൊമേഴ്ഷ്യൽ റൂംസും എല്ലാം അവൈലബിൾ ആണ്. എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ഏരിയ ആണ്, എല്ലാ സാധനങ്ങൾക്കും എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ റൂംസിനും റെന്റ് എല്ലാം ഭയങ്കര കൂടുതൽ തന്നെയാണ്. ഭയങ്കര ലൈറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ല, ഭംഗി ആയിട്ടുള്ള ലൈറ്റിങ്ങും. അതുപോലെ നമുക്ക് എല്ലാ സ്ഥല ബേസിക് സർവീസസ്, ഡ്രിങ്കിങ് വാട്ടർ പോലെയുള്ളതും എല്ലാം തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആ ഒരു വാക്കിംഗ് ടൈമിലൊക്കെ നല്ലൊരു ടൈം ആയിരിക്കും അവിടെ എന്തായാലും വിസിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച്. ആദ്യം പറഞ്ഞ പോലത്തെ ഫുഡിന്റെ റെസ്റ്റോറൻറ്റ്സും അതുപോലത്തെ ഷോപ്സും മാത്രമല്ല, എല്ലാത്തരം അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, പെറ്റ്സിന്റെ ഹോസ്പിറ്റൽസ്, അതുപോലെ എനി കൈൻഡ് ഓഫ് അമ്യൂണിറ്റീസ് ആൻഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര എക്സ്പെൻസീവ് ഏരിയ ആയത്. നമ്മൾ ഇത് ഒരു ഹൈ ക്വാളിറ്റി ലൈഫാണ് ഈ ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി ലൈഫ് ആൻഡ് കൺവീനിയൻസ് ഓഫ് ലൈഫ്, അത്രയും ഒരു മെട്രോപൊളിറ്റൻ ഏരിയ ആണിത്. അതുപോലെ തന്നെ നമ്മുടെ UAEയുടെ തന്നെ എല്ലാവിധ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും എല്ലാം നമുക്ക് കമ്പൈൻഡ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട്. ട്രാമൊക്കെ അവൈലബിൾ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുപോലെ നമുക്ക് അത്രയും ഒരു ലക്ഷറി ഏരിയ തന്നെയാണ്.